Dear students, welcome to the next session on industrial engineering. Currently, we are discussing module 3. In the last class, we have studied what are the different work study methods. We have work study, work measuring method, method study, time study, all those things we study. So, today we are going to study about job evaluation. So, what's the importance of job evaluation? We have studied what is work study. അല്ലേ, നമ്മൾ എന്താണ് വർക്ക് സ്റ്റഡി എന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ വർക്ക് സ്റ്റഡി നടത്തി എ വർക്കർ ഈസ് ഡൂയിങ് എ സർട്ടൻ വർക്ക്. സോ നൗ വി ഹാവ് ടു ഇവാലുവേറ്റ് ദ പേഴ്സൺസ് വർക്ക്. നമ്മളൊരു ഇവാലുവേഷൻ വഴി മാത്രമേ നമുക്ക് ഈ പറയുന്ന വർക്കറിൻ്റെ സാലറി, ഈ വർക്കർ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇപ്പം അദ്ദേഹത്തിൻ്റെ സാലറി എങ്ങനെയാണ് ഇതിൻ്റെ സാലറി കൊടുക്കുന്നത്, ഇൻസെൻറ്റീവ്സ്, പുള്ളി ഇഫ് ഹീസ് ഡൂയിങ് എ ബെറ്റർ ജോബ് നമുക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്ത് ഹൗ വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് വെദർ ഹീസ് ഏബിൾ ഫോർ എ പ്രൊമോഷൻ. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ജോബ് ഇവാലുവേഷൻ മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനകത്ത് വരുന്നത്. സോ ഇൻ ദിസ് സെഷൻ വിൽ ബി ഹാൻഡ്ലിംഗ് വിത്ത് ജോബ് ഇവാലുവേഷൻ, മെറിറ്റ് റേറ്റിംഗ് and the wages and incentive schemes. Okay. So, as we all know, job is defined as an assignment given to the employee involving a set of duties and responsibilities. It's a set of duties and responsibilities. So, here we have to study certain terms. First term is job analysis. That is job analysis എന്ന് പറഞ്ഞാൽ job analysis. It's a detailed study of job to determine the task, skills, knowledge, abilities and responsibilities required for successful performance. ഒരു സക്സസ്ഫുൾ പെർഫോമൻസ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ. രണ്ട് ടേം ഒന്നിച്ച് പറയുകയാണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. സോ വി ആർ ഗോയിങ് ടു ഒരു ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു ലീഫ്ലെറ്റ് തരും. അതിൽ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. വാട്ട് ഓൾ ജോബ്സ് അല്ലെങ്കിൽ വാട്ട് ഓൾ വർക്ക് വി ഹാവ് ടു ഡു. നമുക്ക് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണ്, അതിനാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. So job description is the abstract of information received from the job analysis report. അതായത് നമ്മളൊരു ജോബ്, നമുക്ക് എങ്ങനെയാണ് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ തരുന്നത്, നമുക്ക് ഒരു ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തരണമെന്നുണ്ടെങ്കിൽ ആ ജോബിനെ പറ്റി നല്ല വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിരിക്കണം. സോ ഒരു ജോബ് അനാലിസിസ് നടത്തിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഗീവ്സ് ഓൾ ദ ഫാക്ട് ലൈക്ക് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, വർക്കിംഗ് കണ്ടീഷൻസ് എക്സെട്ര. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് കാണും. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജോബ് സ്പെസിഫിക്കേഷൻ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ? സോ ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് ആൻ ഔട്ട്കം ഓഫ് ജോബ് അനാലിസിസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോബ് അനാലിസിസിൻ്റെ ഒരു ഔട്ട്കം തന്നെയാണ് ഈ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. It is a statement of qualities and capabilities that an employee must possess to perform a job satisfactorily. It is the qualities and capabilities to perform a job. അതായത് ഇപ്പം സപ്പോസ് നമ്മളൊരു മാനേജറായിട്ട് നമ്മളെ സെലക്ട് ചെയ്തു അല്ലേ, അപ്പം ആ ഒരു മാനേജർ എന്നുള്ള ലെവലിൽ നമുക്ക് ഉണ്ടാവേണ്ട ചില ക്വാളിറ്റീസ് ആൻഡ് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. പിന്നെ അതർ ക്വാളിറ്റീസ് ലൈക്ക് ലീഡർഷിപ്പ് സ്കിൽ, ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, ഈ കാര്യങ്ങളെല്ലാം വേണ്ടത്. സോ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ദ ക്വാളിറ്റീസ് ആൻഡ് കേപ്പബിലിറ്റീസ് ആൻഡ് എംപ്ലോയി മസ്റ്റ് പൊസസ് ഫോർ എ സർട്ടൻ ജോബ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തായിരുന്നു? നമുക്ക് ചെയ്യേണ്ട ജോലി എന്താണ്, ഒരു സർട്ടൻ ജോബ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ വേണ്ട ക്വാളിറ്റീസ് ആൻഡ് കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് ജോബ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ചെയ്യുന്നത്. ഓക്കെ, then finally what is job evaluation? It's a systematic process of evaluating or accessing the different jobs of an organization.
Evaluation of job means measuring skill, effort, responsibilities, etc. attached to a particular job. അതൊരു മെഷറിംഗ് പോർഷനാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ഒരു പർട്ടിക്കുലർ ജോബിനെ ഈച്ച് ആൻഡ് എവറി ജോബ് ഓഫ് ദ ഇൻഡസ്ട്രിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. Now, what are the objectives of job evaluation? To provide a sound base for recruitment, selection, promotion and transfer of the employee. ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to do some job evaluation. To eliminate wage inequalities, സാലറി പേയ്മെൻറ്റ് അല്ലെ വേജസ് കൊടുക്കുന്നതിനകത്ത് ഇനീക്വാളിറ്റീസ് ഉണ്ടാവാതിരിക്കാൻ, ഒരാൾക്ക് കൂടിപ്പോയി ഒരാൾക്ക് കുറഞ്ഞു പോയി. സോ ദർ ആർ സർട്ടൺ ക്രൈറ്റീരിയസ് ഫോർ ഫിക്സിങ് എ വേജ്. To clearly define the line of authority and responsibility. ലൈൻ ഓഫ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ചായിരിക്കും. എന്താ ലൈൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു പാത്തുണ്ട് അല്ലേ, ഏറ്റവും മുകളിൽ CEO, പിന്നെ താഴെ പ്ലാൻ മാനേജർ, ദെൻ മാനേജർ, ആ രീതിയിൽ താഴേക്ക് വരുന്നത്, പിന്നെ ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, ദെൻ വർക്കേഴ്സ്. ഈ രീതിയിൽ ഒരു ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ട്. അപ്പം ഒരു ഏറ്റവും താഴെയുള്ള വർക്കറിന് തൊട്ട് മുകളിലുള്ള സൂപ്പർവൈസറിനോട് അടുത്തായിരിക്കും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. So, in the job evaluation way, we can clearly define the line of authority and responsibility of a certain person. To identify the training needs of the employees so as to prepare them for future position. So, we can train the employees. To promote employee-employer relationship, that's another factor. Then, what are the procedures in job evaluation? The procedure includes identify the job to be evaluated, describe the requirements of the job, compare the job with pre-identified job and decide on its values, use the gathered information to arrive at suitable wage structure. നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നോക്കാം. സോ ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇസ് എ ജോബ് അനാലിസിസ്. നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ഫോർ ജോബ് അനാലിസിസ്. നമ്മൾ ആ സർട്ടൺ വർക്കിൻ്റെ ജോബ് എന്താണെന്ന് അനലൈസ് ചെയ്യുന്നു. ഡിറ്റർമൈൻ ദ ഡീറ്റെയിൽഡ് ഫാക്ട്സ് അബൌട്ട് ദ ജോബ്. Second, after job analysis, we do the job description. Describe clearly the requirements of the job. Then next is job specification. Specify the attributes possessed by an employee to complete the job satisfactorily. And next stage, we go for job classification. Determine the relative worth of job. നമുക്ക് ഓരോ ജോബിനെയും ക്ലാസിഫൈ ചെയ്യണം. സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ്, ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം. Then wage determination. Compare jobs with predetermined jobs and arrive at a suitable wage structure. So we have to finalize the wage structure. And finally evaluate the performance. Based on job description and specification, we have to evaluate. നമ്മൾ ഈ പറയുന്ന ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ അനുസരിച്ചാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ദാറ്റ് ഈസ് the various steps in job evaluation. Now we'll go on to the methods of job evaluation. So job evaluation is classified basically into two, analytical and non-analytical. In analytical we have points rating and factor comparison method, and in non-analytical we have ranking method, pair comparison method and job classification method. So what's the difference between an analytical method and non-analytical method? So analytical method of job evaluation breaks job down into their individual parts. അതായത് ഒരു ജോലിയെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് അനാലിറ്റിക്കൽ മെത്തേഡിനകത്ത് പോകുന്നത്. അല്ലെ അതിൻ്റെ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഫാക്ടേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് സ്കോർ അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യും. അതാണ് അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ അനാലിറ്റിക്കൽ മെത്തേഡ്. അത് നമ്മൾ ഓരോ വർക്കിനെ ഡിവൈഡ് ചെയ്യാതെ ഒരു ഹോളായിട്ട് നമ്മൾ എടുക്കുന്നതാണ് നോൺ അനാലിറ്റിക്കൽ മെത്തേഡ്. Okay. Non-analytical method of job evaluation considers a job as a whole. This method does not use a detailed or quantitative analysis of job factors. In this method, the whole job are compared with each other without any attempt to break down an analyzed job under various components. Now, what is factor comparison method? The factor comparison method ഇപ്പോൾ പഠിക്കുന്ന അനാലിറ്റിക്കൽ മെത്തേഡാണ്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. So under this method,
Instead of ranking complete jobs, each job is ranked according to a series of factors. നമ്മൾ അനാലിറ്റിക്കൽ മെത്തേഡ് എന്താണെന്ന് ബേസിക്കലി പറഞ്ഞു നമുക്കൊരു ജോബിനെ അതിൻ്റെ ഡിഫറെൻറ്റ് ചെറിയ ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ അതിനെ റാങ്ക് ചെയ്യുന്നത്. സോ ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് മെൻ്റൽ എഫേർട്ട്, physical effort, skill needed, supervisory responsibility, work condition, and other relevant factors like problem solving skill, accountability, ഇങ്ങനത്തെ കുറേ കമ്മ്യൂണിക്കേഷൻ, ഇത് ഇങ്ങനെയൊക്കെ ചെറിയ ഓരോ ജോബിനുള്ള ചെറിയ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. Pay will be assigned on this method by comparing the weights of the factors required for each job. That is, wages paid for key jobs may be divided among the factors weighted by importance. ഫാക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചായിരിക്കും നമ്മളിവിടെ വേജസ് ഫിക്സ് ചെയ്യുന്നത്. So wages are assigned to the job in comparison to the ranking of each job factor. So ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെലക്ട് ദ കീ ജോബ്സ്. എന്താണ് നമ്മുടെ ജോബ് സെലക്ട് ചെയ്യാം. ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് വിച്ച് ദ ജോബ്സ് ആർ ഇവാലുവേറ്റഡ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സെലക്ട് ദ കീ ജോബ്സ്. ഞാനിവിടെ 3 ജോബിനെ സെലക്ട് ചെയ്യണം. ജോബ് ടൈറ്റിൽ A, B and C. ഓരോ ജോബിനെയും ഞാൻ സെലക്ട് ചെയ്യാം. സെക്കൻഡ് എന്താണ്, ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഇൻ ടേംസ് of which the jobs are evaluated. ഈ ഓരോ ജോബ്സിനെയും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഞാനിവിടെ 4 ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് സ്കിൽ, അനദർ ഈസ് എഫേർട്ട്, അനദർ ഈസ് റെസ്പോൺസിബിലിറ്റി, ആൻഡ് ഫൈനലി ജോബ് കണ്ടീഷൻ. അപ്പോൾ ഓരോ ജോബിനും ഓരോ സ്കില്ലും ഓരോ എഫേർട്ടും ഓരോ റെസ്പോൺസിബിലിറ്റിയും ഓരോ ജോബ് കണ്ടീഷനും ഉണ്ട്. സോ ഈ ജോബ് എ allocate a portion of pay rate to each factor, assign money value to each job factor. So ഓരോ ജോബ് ഫാക്ടറിന് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യും. So rank the selected job under each factor. Then rate of pay for each factor for each job is established. ഇപ്പോൾ ജോബ് എ എടുക്കാം. ജോബ് എക്ക് അതിൻ്റെ സ്കില്ലിന്, ആ ജോബിന് ഉള്ള സ്കില്ലിന് നമ്മൾ കൊടുത്തേക്കുന്ന മൂല്യം എന്ന് പറയുന്നത് 7.8 രൂപീസാണ്. അതിൻ്റെ എഫേർട്ടിന് നമ്മൾ കൊടുത്തേക്കുന്നത് 5.5 ആണ്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുത്തേക്കുന്നത് 8.7 ആണ്. ജോബ് കണ്ടീഷന് 5 ആണ്. സപ്പോസ് ജോബ് എ എന്ന് പറയുന്നത് ഒരു മാനേജർ ജോബാണെന്ന് വിചാരിക്കുക. ജോബ് എ ഇസ് എ മാനേജർ ജോബ്. സോ മാനേജറിന് സ്കില്ല് കൂടുതൽ വേണം ദാൻ അനദർ ഇത്. സോ സ്കില്ലിന് നമ്മൾ വാല്യൂ 7.8 കൊടുത്തു. എഫേർട്ട് ഉണ്ട്. സോ അതിനൊരു ഹയർ വാല്യൂ 10 വരെ പോകേണ്ട ആവശ്യമില്ല. സോ ഒരു ലോവർ വാല്യൂ 5.5 കൊടുത്തു. ഹി ഹാസ് മോർ റെസ്പോൺസിബിലിറ്റി. സോ ദ വാല്യൂ ഇസ് നിയർലി ടു ദ 10. അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ റേറ്റിംഗ്, നമുക്ക് അതിന് ഓരോ വാല്യൂനും ഇത് ഞാനൊരു സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത് 8.7. ഞാനിപ്പോൾ 10ലാണ് ഇത് ടോട്ടൽ വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. സോ 8.7 ആണ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുത്തേക്കുന്നത്. ജോബ് കണ്ടീഷനിൽ നമ്മളൊരു 5 മാർക്സ് കൊടുക്കും. സിമിലർലി ജോബ് ബി, ജോബ് സി. അപ്പോൾ മേ ബി ഇതൊരു സൂപ്പർവൈസറിൻ്റെയും ഇതൊരു വർക്കറിൻ്റെയാണെന്ന് വിചാരിക്കുക. സോ ഓരോ ഫാക്ടേഴ്സിന് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് റേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പേയ്മെൻറ്റ് റേറ്റ്സിനെല്ലാം കൂടെ സമപ്പ് ചെയ്യുന്നു. ഇത് പ്ലസ് 7.8 പ്ലസ് 5.5 പ്ലസ് 8.7 പ്ലസ് 5 അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ 27 കിട്ടും. സോ സിമിലർലി ഓരോ ജോബിനെയും നമുക്ക് ടോട്ടൽ വാല്യൂ എത്രയാണ്, വേജസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. ഓക്കെ, so what are the advantages? The value of the job is expressed in terms of financial terms. നമ്മളിവിടെ വാല്യൂസ് എല്ലാം ഫിനാൻഷ്യൽ, നമ്മൾ വാല്യൂ കൊടുത്തേക്കുന്നതെല്ലാം നമ്മുടെ വേജസിൻ്റെ ബേസിൽ തന്നെയല്ല, ഫിനാൻഷ്യൽ ടേംസിൽ തന്നെ നമ്മളെല്ലാം റുപ്പീസിലാണ് കൊടുത്തത് അല്ലേ. The factor comparison method can be applied to newly created job. നമുക്ക് ഓരോ സ്കില്ലിന് ഇത്ര വാല്യൂ, നമുക്ക് ഇതിന് ഓരോ ഇത് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പുതിയ ജോബ്സിന് ഇത് കൊടുക്കാൻ എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. യൂസ് ഓഫ് സെയിം ഫാക്ടേഴ്സ് ഫോർ ഓൾ ജോബ്സ് ഈസ് നോട്ട് സയൻറ്റിഫിക്. അതായത് മാനേജറിന് തന്നെ പല ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സോ അവർക്ക് എല്ലാവർക്കും സെയിം ഫാക്ടേഴ്സ് കൊടുക്കുന്നത് ശരിക്കും അൺസയൻറ്റിഫിക് ആണ്. ഓക്കെ,
The next one is points factor analysis. സോ ഈ പോയിന്റ് ഫാക്ടർ അനാലിസിസ് അല്ലെങ്കിൽ പോയിന്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡുമായിട്ട് സിമിലർ ആണ്. അത് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡുമായിട്ട് സിമിലർ ആണ് പോയിന്റ് ഫാക്ടർ മെത്തേഡ്. സോ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തതെന്ന് നോക്കാം. ഇതും മറ്റേതുപോലെ തന്നെയാണ്. സോ ഹിയർ ഓൾസോ വി ആർ ഫൈൻഡിങ് ദ ജോബ് ഫാക്ടേഴ്സ്. അതായത് ഈ ഒരു ജോബിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ദ സിസ്റ്റം സ്റ്റാർട്ട് വിത്ത് ദ സെലക്ഷൻ ഓഫ് ജോബ് ഫാക്ടേഴ്സ്. സോ ഇവിടെ നമ്മൾ ജോബ് ഫാക്ടേഴ്സ് എടുക്കുന്നത് സ്കില്ല്, എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി, ജോബ് കണ്ടീഷൻസ് ഇതുപോലെയുള്ള ഫാക്ടേഴ്സ്, പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ മറ്റേ മെത്തേഡുമായിട്ട് മുമ്പത്തെ മെത്തേഡുമായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഈച്ച് ഫാക്ടർ ഇസ് ഡിവൈഡഡ് ഇൻ ടു ലെവൽസ് ഓർ ഡിഗ്രീസ്. ഈ ഓരോ ഫാക്ടേഴ്സിനെയും അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഓരോന്നിനും ഡിഗ്രി ലെവൽസ് ആൻഡ് ഡിഗ്രീസ് ഉണ്ടാവും. ഇപ്പോൾ സ്കില്ലിനകത്താണെങ്കിൽ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇനീഷ്യേറ്റീവ്, ഇൻഡിഗ്വിറ്റി എന്നൊക്കെ പറയുന്ന ഓരോ സ്കിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ സ്കിൽസിനും നമ്മൾ സെപ്പറേറ്റ് ലെവൽസ് ഓർ ഡിഗ്രീസ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ഫോളോഡ് ബൈ അസൈൻമെൻറ്റ് ഓഫ് പോയിന്റ്സ് ടു ഈച്ച് ഡിഗ്രി. ഓരോ ഡിഗ്രിക്ക് നമ്മൾ സെപ്പറേറ്റ് പോയിന്റ്സ് നമ്മൾ അസൈൻ ചെയ്യുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ റേറ്റിംഗ് ദ ജോബ്, അല്ലെങ്കിൽ അതനുസരിച്ചാണ് നമ്മൾ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ഇതിനകത്ത് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിഫൈ ദ കീ ജോബ്സ്. ഏത് ജോബാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. A number of factors common to these jobs are identified. These are called compensable factors. അതാണ് നമ്മുടെ പ്രൈമറി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോമ്പൻസബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Divide each major factor into number of sub factors. These sub factors are known as degree of factors. ഇതിനെ sub factors ആയിട്ട് ഡിവൈഡ് ചെയ്യും. Assign point values to degrees. Find the maximum number of points assigned to each job. ഓരോ ജോബിനും കിട്ടുന്ന മാക്സിമം പോയിന്റ്സ് എത്രയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. And based on that, find the relative worth of the job. Once the worth of the job in terms of total points is expressed, നമുക്കിവിടെ കിട്ടുന്നത് ടോട്ടൽ പോയിന്റ്സിലാണ് കിട്ടുന്നത്. These points are converted into money values keeping in view the hourly or daily wage rate. അത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയതെന്താണുള്ളത്. സോ ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ ജോബിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഫോർ എ സിംഗിൾ ജോബ്, ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ ഇവിടുത്തെ നമ്മുടെ കോമ്പൻസബിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സ്കില്ല്, ഫിസിക്കൽ എഫേർട്ട്, മെൻ്റൽ എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി, കണ്ടീഷൻ. നമ്മൾ 5 മെയിൻ ഫാക്ടേഴ്സ് നമ്മൾ എഴുതും. ഈ ഓരോ ഫാക്ടേഴ്സിനെയും 5 സബ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ സ്കില്ലിന് 5 പോയിന്റ് ഉണ്ട്. 1, 2, 3, 4, 5. സിമിലർലി ഫിസിക്കൽ എഫേർട്ടിന് ഇതുപോലെ 5, മെൻ്റലിന് 5, റെസ്പോൺസിബിലിറ്റിക്ക് 5, ജോബ് കണ്ടീഷന് 5. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഓരോ സബ് ഫാക്ടേഴ്സിനും പോയിന്റ്സ് അസൈൻ ചെയ്യുന്നു. ഇവിടെ പോയിന്റ്സ് ആണ്. മറ്റേതിനകത്ത് നമ്മൾ കറക്റ്റ് മണി വാല്യൂ ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തത്. പക്ഷെ ഇവിടെ പോയിന്റ്സ് ആണ്. അപ്പം സ്കിൽ അറ്റ് ഡിഗ്രീസ് ഓഫ് ഫാക്ടർ 1ന് നമ്മളൊരു 10 പോയിന്റ്സ് അസൈൻ ചെയ്യുന്നു. സ്കിൽ അറ്റ് ഡിഗ്രീസ് ഓഫ് ഫാക്ടർ 2ന് 20 അസൈൻ ചെയ്യുന്നു. അത് ബേസ്ഡ് ഓൺ ജോബാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് പർട്ടിക്കുലർ ജോബാണ്. ആ ജോബിനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫാക്ടേഴ്സിനും ഈ സ്കില്ലിന്, ഈ കോമ്പൻസബിൾ ഫാക്ടേഴ്സിനുള്ള പോയിന്റ് കണ്ടുപിടിക്കുന്നു. സോ ഈ സ്കില്ലിനുള്ള ടോട്ടൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഓരോ പോയിന്റിൻ്റെയും സമ്മാണ് ഈ ടോട്ടൽ പോയിന്റ്സ്. അതുപോലെ തന്നെ ഫിസിക്കൽ എഫേർട്ടിൻ്റെ ഇതുപോലെ തന്നെ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെയും പോയിന്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 8, 16, 24, 32 and 40. ആൻഡ് ഇവിടെ നമുക്ക് ടോട്ടൽ പോയിന്റ്സ് ഉണ്ട്. മെൻ്റൽ എഫേർട്ടിനും ഇതുപോലെ തന്നെ. മെൻ്റൽ എഫേർട്ടിനും നമുക്ക് പോയിന്റ്സ് ഉണ്ട്. ആ ടോട്ടൽ പോയിന്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. റെസ്പോൺസിബിലിറ്റിയുടെ ടോട്ടൽ പോയിന്റ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ ജോബ് കണ്ടീഷന് ഇതുപോലെ തന്നെ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ടോട്ടൽ പോയിന്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾ ടോട്ടൽ ഓഫ് ഓൾ പോയിന്റ്സ് ഈ എല്ലാത്തിനെയും കൂടെ സമപ്പ് നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് 540. അതായത് സപ്പോസ് നമുക്കൊരു ജോബ് ഉണ്ട്. ലെറ്റ് ദ ജോബ് ബി എ എന്ന് പറയുന്നൊരു ജോബ് ഉണ്ട്. ഓക്കെ, എ നമ്മുടെ ജോബ് എന്ന് പറയുന്നത് എ ആണ്. സോ ഈ ജോബ് എക്ക് നമുക്ക് കിട്ടിയ ടോട്ടൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 540 പോയിന്റാണ്. സോ ഈ 540 പോയിന്റിന് നമുക്ക് എത്രയാണ് റേറ്റ്? സോ നമ്മുടെ പോയിന്റ് റേഞ്ച് 500 to 600 ആണെങ്കിൽ നമ്മുടെ ഡെയിലി വേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ 300 to 400 ആണ്.
അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതിനെ ഗ്രേഡ് ചെയ്യുവാണ്. സോ ഈ ഒരു റേഞ്ചിൽ ഡെയിലി വേജസ് വരുന്ന ആൾ ഈസ് നോൺ ആസ് എ ഓഫീസർ. അടുത്ത പോയിന്റ് റേഞ്ച് 600 to 700 ആണെങ്കിൽ നമ്മൾ ഈ ടോട്ടൽ പോയിന്റ് ഇടാം. 600 to 700 ആണെങ്കിൽ ഡെയിലി വേജ് റേറ്റ് 400 to 500. അതാണെങ്കിൽ അക്കൗണ്ടൻ്റ് എന്നുള്ള പറഞ്ഞ പൊസിഷനിലേക്കാണ് വരുന്നത്. 700 to 800 ആണെങ്കിൽ അതിൻ്റെ ഡെയിലി വേജ് റേറ്റ് 500 to 600 ആണ്. ദാറ്റ്സ് മാനേജർ സ്കെയിൽ 1. അതുപോലെ നമ്മൾ ഓരോ ഡെസിഗ്നേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു. സോ ഇത് ഓരോ ജോബിനും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പോയിന്റ് റേഞ്ച് മാറുന്നതനുസരിച്ച് നമ്മുടെ ഗ്രേഡ് വാല്യൂസും നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചായിരിക്കും നമുക്ക് സാലറി ഡിസൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പോയിന്റ് റേറ്റിംഗ് മെത്തേഡ്. ഓക്കെ, now let's look at what are the advantages of point rating. It can be applied to a wide variety of jobs. It can be done for newly created jobs. Point plans facilitate the development of jobs or classes or grades. അതായത് നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമുക്ക് ക്ലാസ് അല്ലെങ്കിൽ ഗ്രേഡായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. Carefully developed point plans facilitate job rating. So this is an easy way of doing a job rating. So what are the disadvantages? The degree statements must be devised for each of the factors chosen. All of this take time and money. അതായത് നമ്മൾ ഓരോ കോമ്പൻസിബിൾ ഫാക്ടേഴ്സിനും സെപ്പറേറ്റ് ഡിഗ്രീസ് ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് മണി അല്ലേ. സോ ദിസ് ആർ ഓൾസോ ഇൻഫ്ലെക്സിബിൾ. സോ ഡെവലപ്പിംഗ് എ പോയിന്റ് പ്ലാൻ ഈസ് വെരി കോംപ്ലക്സ്. സോ ഈ ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ രീതിയിൽ ചെയ്യുന്ന വെച്ചൊരു കോംപ്ലക്സ് മെത്തേഡാണ്. കൺസിഡറബിൾ ക്ലറിക്കൽ വർക്ക്സ് ഈസ് ഇൻവോൾവ് ഇൻ ദ റെക്കോർഡിംഗ്. സോ ഇറ്റ് ഹാസ് സം ക്ലറിക്കൽ വർക്ക് ടു ഡു. സോ നമ്മൾ ഇത്ര നേരം അനാലിറ്റിക്കലാണ് പഠിച്ചിരുന്നത്. ഇനി നോൺ അനാലിറ്റിക്കൽ മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റാങ്കിങ് മെത്തേഡ്. എന്താ റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? In this method, jobs are arranged from highest to lowest rank in order of their value or merit of the organization. നമ്മളൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജോബിൻ്റെ റാങ്ക് അനുസരിച്ച് മുകളിൽ താഴേക്ക് അറേഞ്ച് ചെയ്തിരിക്കുക. ഇപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുക, നമ്മുടെ കോളേജിലെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൾ, താഴെ HOD, അസോസിയേറ്റ് പ്രൊഫസർ, ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ആ രീതിയിൽ പിന്നെ ലാബ് സ്റ്റാഫ്, ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് ചെയ്തിരിക്കുന്നത്. സോ ആ മെത്തേഡിൽ നമ്മൾ റാങ്ക് ചെയ്യുമ്പോൾ ഈ ഓരോ ഗ്രേഡ്സിനുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് വേജ് സ്ട്രക്ചേഴ്സ് അങ്ങനെ വെച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ജോബ്സ് ഓൾസോ ക്യാൻ ബി അറേഞ്ച്ഡ് അക്കോർഡൻസ് ടു ദ റിലേറ്റീവ് ഡിഫിക്കൽട്ടി ഇൻ പെർഫോമിംഗ് ദ ജോബ്. അത് വേറെ ക്ലാസിഫിക്കേഷനാണ്. ദ ജോബ്സ് ആർ എക്സാമിൻഡ് ആസ് എ ഹോൾ റാദർ ദാൻ ഓൺ ദ ബേസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ ദ ജോബ്. ഇവിടെ ഫാക്ടേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് ഓരോ ജോബിനും സെപ്പറേറ്റ് ഫാക്ടേഴ്സ് ഒന്നും നേരത്തെ ചെയ്തപോലെ അനാലിറ്റിക്കൽ മെത്തേഡ് ചെയ്തപോലെ ചെയ്യുന്നില്ല. ആസ് എ ഹോൾ ഒരു ജോബ്, ആ ജോബിനെ നമ്മൾ റാങ്ക് ചെയ്യുക. ഓക്കെ, the variation in payment of salaries depends on the variation of nature of job performed by the employees. Jobs are usually ranked in each department and then the department ranking are combined to develop an organizational ranking. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് റാങ്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഓർഗനൈസേഷൻ റാങ്കിങ് നമ്മൾ ചെയ്യും. സോ ദിസ് അഡ്വാൻറ്റേജസ് ഓൺ ദിസ് മെത്തേഡ് ഇസ് സിമ്പിൾ. ഇറ്റ് ക്യാൻ ബി ഈസിലി മാസ്റ്റേർഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ്. The method is suitable for small organization involving lesser number of jobs to be evaluated. The method involves less expenses. And the disadvantages is it is not that much accurate. It is not useful if the number of larger number of jobs are there in the organization. അടുത്തത് പറയുന്നത് ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡാണ്. ഇതെല്ലാം ഓൾമോസ്റ്റ് റിലേറ്റഡ് മെത്തേഡാണ്, നോൺ അനാലിറ്റിക്കൽ മെത്തേഡ് തന്നെയാണ്. ആസ് എ സിംഗിൾ ജോബ് ഒരു ജോബിനെ മൊത്തത്തിലെടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ജോബിനെ ക്ലാസ് അല്ലെങ്കിൽ ഗ്രേഡായിട്ട് ഡിവൈഡ് ചെയ്യുക. ഗ്രൂപ്പ് ഓഫ് ജോബ്സ് ഇൻറ്റു ജോബ് ക്ലാസ്സസ് ഓർ ഗ്രേഡ്സ്. നമ്മൾ നേരത്തെ ഗ്രേഡാക്കി ഡിവൈഡ് ചെയ്തിരുന്നു, ഇവിടെ പോയിന്റ് റേറ്റിങ്ങിനകത്ത് ചെയ്തിരുന്നു അല്ലേ. അവിടെ നമ്മളെങ്ങനെ ചെയ്തത്, നമ്മൾ ഓരോ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സബ് ഫാക്ടേഴ്സ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നിന്ന് ഓരോ ജോബ് ക്ലാസ്സിനെടുത്ത് ഓരോ ഗ്രേഡിനകത്തേക്ക് ഇടുക. സോ ഇവിടെ നോക്കി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 1 അതിനെ എക്സിക്യൂട്ടീവ്സ് എന്ന് വിളിക്കുന്നു. സോ അതിനകത്ത് ഡെപ്യൂട്ടി ഓഫീസ് മാനേജർ, ഓഫീസ് സൂപ്രണ്ടൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റൽ സൂപ്പർവൈസർ, അവരെല്ലാം ക്ലാസ് 1 വരും. ക്ലാസ് 2 വരുന്നത് സ്കിൽഡ് വർക്കേഴ്സ്. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് ഈ ക്ലാസ്സും ഇതിനകത്ത് കാറ്റഗറീസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലാസ് 2 സ്കിൽഡ് വർക്കേഴ്സാണ് വരുന്നത്. പർച്ചേസിങ് അസിസ്റ്റൻറ്റ്, ക്യാഷ്യർ, റെസിപ്റ്റ് ക്ലർക്ക്, ഇങ്ങനെയുള്ളവരെല്ലാം ക്ലാസ് 2 വരും.
ക്ലാസ് 3 സെമി സ്കിൽഡ് ലേബേഴ്സ്, ടൈപ്പിസ്റ്റ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെയുള്ളത്. ക്ലാസ് 4 സെമി സ്കിൽഡ് വർക്കേഴ്സിൻ്റെ അതിലും ലോവർ ഇതിനകത്ത് വരുന്നതാണ് ക്ലാസ് 4 വരുന്നത്. 5 ക്ലർക്ക്, ഓഫീസ് ബോയ്സ്. ക്ലാസ് 3യിലും ലോവർ ഗ്രേഡ് അങ്ങനെ നിൽക്കുന്നവരാണ്. സോ ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. So what are the advantages? The system is very easy to understand. This system can be effectively used for variety of jobs. Standards to establish a job are made explicit. And the disadvantages are many jobs, people or teams do not fit neatly into a classification level. Some jobs may appear to fit within more than one grade or category. ഇപ്പോൾ നമ്മളുടെ ക്ലാസ് 4 എടുത്ത സമയത്ത് നമുക്ക് മനസ്സിലായി ക്ലാസ് 3 and 4 രണ്ടും സെമി സ്കിൽഡ് വർക്കേഴ്സാണ്. അപ്പോൾ അതിൽ ഏത് കാറ്റഗറി വരുമെന്നൊരു കൺഫ്യൂഷൻ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ദിസ് മെത്തേഡ് ക്രിയേറ്റ്സ് സ്റ്റാറ്റസ് ഹൈറാർക്കീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഇത് ഞാൻ ക്ലാസ് 1 ആണ്, ക്ലാസ് 2 ആണ്, അങ്ങനെ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം ക്ലാസ് 1 സെയിം ആൾക്കാർ മാത്രമല്ല നിൽക്കുന്നത്. അപ്പം ഓഫീസ് മാനേജർ, ഡെപ്യൂട്ടി ഓഫീസ് മാനേജർ രണ്ടുപേരും ക്ലാസ് 1 ഇവിടെ നിൽക്കുന്നത്. മറ്റേ നമ്മുടെ ഇതിന് മുമ്പത്തെ മെത്തേഡ് റാങ്കിങ് മെത്തേഡ് ആണെങ്കിൽ മാനേജർ ഒരു ലെവൽ, അതിൻ്റെ അടുത്ത ലെവൽ അങ്ങനെ പോകുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ സെയിം ക്ലാസ്സിനകത്ത് തന്നെ സിമിലർ ലെവൽസിലുള്ള ആൾക്കാർ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ഹൈറാർക്കി ലെവൽ ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സ്റ്റെൻസീവ് അഡ്മിനിസ്ട്രേഷൻ ഈസ് റിക്വയർഡ്. സോ നെക്സ്റ്റ് വൺ ഈസ് എ പെയർഡ് കമ്പാരിസൺ മെത്തേഡ്. എന്താ പെയർഡ് കമ്പാരിസൺ മെത്തേഡ്? നമ്മൾ ഒന്നിൽ കൂടുതൽ പേയേഴ്സായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കമ്പയർ ചെയ്യുവാണ്. സോ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 4 ജോബ് എടുക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഐ എം ടേക്കിംഗ് 4 ജോബ് A, B, C and D. സോ ഈ 4 ജോബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്പയർ ചെയ്യുക. നമ്മളിപ്പോൾ IPL കളിക്കത്തില്ലേ, IPL മാച്ചസ് നടക്കുന്നതിനാണ് നമുക്ക് 9 ടീം ഉണ്ടെങ്കിൽ 9 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആൾക്കാരെയാണ് നമ്മൾ സെമിയിലേക്കും ഫൈനലിലേക്കും പോകുന്നത്. സിമിലർലി നമ്മൾ ഈ ജോബിൻ്റെ കേസിലും ഇവിടെ നമ്മൾ 4 ജോബ് എടുത്തു. ഈ 4 ജോബിനെ പരസ്പരം കമ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ ഇത് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുന്നു. A, B, C, D. These jobs are compared to A, B, C, D. So A to A കമ്പാരിസൺ ഇല്ല, കാര്യം രണ്ടും സെയിം ജോബ്, അവിടെ കമ്പാരിസൺ ഉണ്ട്. സോ A to B കമ്പാരിസൺ ചെയ്തു. സോ എയും ബിയും കൂടെ കമ്പാരിസൺ ചെയ്തപ്പോൾ ഏതാണ് നല്ലത്? സോ എ ആണ് നല്ലതെങ്കിൽ നമ്മൾ ഈ ബോക്സിനകത്ത് എ എന്ന് എഴുതും. ഇനി എയും സിയും കൂടെ കമ്പയർ ചെയ്തു. എയും സിയും കൂടെ കമ്പയർ ചെയ്തപ്പോൾ സി ആണ് നല്ലതെങ്കിൽ സി എന്ന് എഴുതി. എയും ഡിയും കൂടെ കമ്പയർ ചെയ്തു, അവിടെ എ ആണ് നല്ലതെങ്കിൽ എ എന്ന് എഴുതി. അടുത്ത സോ ഈ ഒരു കോളം കഴിഞ്ഞു. അടുത്ത ബി കമ്പയർ ചെയ്യണം. ബി ടു എ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, കാര്യം ഓൾറെഡി A to B കമ്പാരിസൺ നടന്നിട്ടുണ്ട്. B to Bയും കമ്പാരിസൺ ചെയ്യേണ്ട കാര്യമില്ല, രണ്ടും സെയിം ജോബാണ്. സോ അടുത്ത കമ്പാരിസൺ വരുന്നത് B to C ആണ് അല്ലേ. B to C കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ബെറ്റർ ജോബ് C ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഓരോ ഇൻഡിവിജ്വൽ വർക്കർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ABCD 4 വർക്കേഴ്സാണ്. സോ അവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സോ ബിയും ഡിയും കൂടെ കമ്പയർ ചെയ്തപ്പോൾ ഡി ആണ് ബെറ്റർ വർക്കർ. ഓക്കെ, അടുത്ത സിയുടെ കമ്പാരിസണാണ്. C to A കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഓൾറെഡി A to C കമ്പയർ ചെയ്തിട്ടുണ്ട്. C to B കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഓൾറെഡി B to C കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. C to C സെയിം ജോബായിട്ട് കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അടുത്തതെന്ന് പറഞ്ഞാൽ C to D ആണ്. C to D കമ്പാരിസൺ ചെയ്തപ്പോൾ നമുക്ക് C എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഡിയും D to A ഓൾറെഡി കമ്പാരിസൺ ചെയ്തത്, കാര്യം A to D കമ്പാരിസൺ ചെയ്തതാണ്. D to B, B to D ചെയ്തതാണ്. D to C, C to D ചെയ്തതാണ്. D to D ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം ജോബാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോ വി മെയ്ഡ് എ കമ്പാരിസൺ അല്ലേ, ഓരോ ജോബ് തമ്മിലുള്ള കമ്പാരിസൺ ചെയ്തു. സോ ഇങ്ങനെ കമ്പാരിസൺ ചെയ്തപ്പം ജോബ് എ എന്ന് പറഞ്ഞ ജോബ് എത്ര പ്രാവശ്യം വന്നു? എ എന്ന് പറഞ്ഞ ജോബ് 1-2 പ്രാവശ്യം ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ ജോബ് എങ്ങും വന്നില്ല, സോ 0. സി എന്ന് പറഞ്ഞത് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞത് 1 പ്രാവശ്യം വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഫാക്ടേഴ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ റാങ്കിങ് നമ്മൾ നിശ്ചയിക്കും. ഇവിടെ സി ആണ് കൂടുതൽ ടൈം കയറി വന്നത്, സോ നമ്മൾ അതിനെ ഒരു ഹയർ റാങ്കിങ് നിർത്തും. സോ ആ രീതിയിൽ കമ്പാരിസൺ ചെയ്യുന്നതിനാണ് പെയർഡ് കമ്പാരിസൺ എന്ന് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 10 കമ്പാരിസൺസ് ഉണ്ട്, ഒരു 10 ജോബ് ഉണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം കമ്പാരിസൺ ചെയ്യേണ്ടി വരുമെന്ന് കാണിക്കാനുള്ള ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് n/n-1. ഇവിടെ നമുക്ക് എത്ര ജോബ് ഉണ്ടായിരുന്നു? വി ഹാവ് 4 ജോബ്സ്, 4 ജോബ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 × 4-1/2, അപ്പം 6 എന്ന് കിട്ടി. 4 × 4-1 3 ആണ്. 4 × 3 12/2 6 എന്ന് നമുക്ക് കിട്ടി. സോ ഇവിടെ നമുക്ക് 6 റീഡിങ്സ് എടുക്കേണ്ടത്. ഇവിടെ നോക്കി 1, 1, 2,
3, 4, 5, 6 കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 6 റീഡിങ്സ് നമുക്ക് കിട്ടും. സോ അത് എത്ര റീഡിങ്സ് നമുക്ക് എടുക്കേണ്ടി വരുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so what are the advantages? The advantages are the method is very relatively simple, it gives greater consistency and minimal administration required. Then the disadvantages are takes longer time than job ranking as each job is considered separately. കാര്യം ഇപ്പം നമ്മൾ 4 ജോബിൻ്റെ ചെയ്ത് അതിന് പകരം കൂടുതൽ ജോബ്സ് ഒക്കെ വരുമ്പോൾ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈംസ്. ലിമിറ്റഡ് ടു ഓർഗനൈസേഷൻ വിത്ത് ലെസ് നമ്പർ ഓഫ് ജോബ്സ് ഡസ് നോട്ട് ഇൻവോൾവ് അനാലിസിസ് ഓഫ് ജോബ്സ്. നമ്മൾ ജോബിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ഒന്നും ചെയ്യുന്നത് ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രം ചെയ്തിട്ട് നമ്മൾ റാങ്ക് ചെയ്യുവാണ്. So that is ranking method, paired comparison method. Okay. Next we have merit rating. നമ്മളിപ്പോൾ ചെയ്തത് ജോബ് ഇവാലുവേഷൻ ആയിരുന്നു. ഇനി നമ്മൾ പോകുന്നത് മെറിറ്റ് റേറ്റിംഗ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലിയെ ഇവാലുവേറ്റ് ചെയ്ത് വർക്കേഴ്സിൻ്റെ വേജസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മെറിറ്റ് റേറ്റിംഗ് എന്തിനാണ് ചെയ്യുന്നത്? മെറിറ്റ് റേറ്റിംഗ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ പെർഫോമൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അദ്ദേഹത്തിന് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ബെറ്റർ എന്തെങ്കിലും നെറ്റ്വർത്തോ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ മെറിറ്റ് റേറ്റിംഗ് യൂസ് ചെയ്യുന്നത്. സോ മെറിറ്റ് റേറ്റിംഗ് അസസ് ദ മെറിറ്റ് ഓർ പെർഫോമൻസ് ഓഫ് ദ പേഴ്സൺ ഡൂയിങ് ദ ജോബ്. Merit rating determines the extent to which the employee meet the requirements of the job. It provides a record of worth of the employees. Employees are rated on the basis of many factors related to personal attributes. Leadership quality, on-job performance, interpersonal quality, loyalty, attendance, etc. So some of the factors are given here: quality of work, quantity of work, personal qualities, attitude, dependability and adaptability, attendance and regularity. So ഈ ഓരോ ഫാക്ടേഴ്സും ഈ ഒരു ഇൻഡിവിജ്വൽ വർക്കറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. What are the objectives of merit rating? Merit rating is useful in rewarding the person and the reward can be linked to the performance. Merit rating is used to identify the training needs of the employees. നമ്മൾ എംപ്ലോയീസിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ പെർഫോമൻസ് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. Merit rating helps in counseling employees for their strength and weakness. We can easily identify what are the strength and weakness of the employees. So അത് വെച്ചിട്ട് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാനും കൗൺസിൽ ചെയ്യാനൊക്കെ പറ്റും. It acts as a constructive performance appraisal system. So നമ്മൾ ഇവരെ അവരെ മോശമാക്കാനല്ല നമ്മൾ ഈ പെർഫോമൻസ് സിസ്റ്റം ചെയ്യുന്നത്. We are trying to a constructive performance appraisal systems. The merit rating provides a record of the worth of employees, therefore can be put on the most appropriate job depending upon their capabilities. So അവരുടെ കറക്റ്റ് കേപ്പബിലിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ കറക്റ്റ് ജോബിനാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. It records form a basis for wages, increase, promotion, special assignment, training, transfer, discharge, etc. Then what are the advantages of merit rating? Employees are encouraged and hence employee-employer relationship can improve. It is easy to deal with unions as a systematic method to rate the employees. ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉള്ളതുകൊണ്ട് അവരെ റേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. It involves lesser calculation as compared to the incentive schemes. Then what are the disadvantages? Correct results are not always obtained. Evaluator having personal contacts with the employees may not rate it correctly. The rating of employees may create dissatisfaction among the employees. Evaluators or raters tend to give much premium to past rating of employee who might have improved himself in the course of time. നമ്മുടെ പ്രീവിയസ് റെക്കോർഡ്സ് വെച്ചിട്ട് റേറ്റിംഗ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. Rates may influence by raters' own attitudes and self-made rating factors which are not consistent with the process of merit rating. Okay. Then what are the methods of merit rating? നമുക്ക് 3 മെത്തേഡ്സ് ആണ് മെറിറ്റ് റേറ്റിംഗിനകത്തുള്ളത്. ഒന്ന് റാങ്കിങ് മെത്തേഡ്, പെയർഡ് കമ്പാരിസൺ മെത്തേഡ്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ്. ഇതിൽ റാങ്കിങ് മെത്തേഡും പെയർഡ് കമ്പാരിസൺ മെത്തേഡും എന്താണെന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിരുന്നു. ചെക്ക് ലിസ്റ്റ് മെത്തേഡ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പുതിയതായിട്ട് പഠിക്കാനുള്ളത്. സോ റാങ്കിങ് മെത്തേഡ് എന്തായിരുന്നു?
നമ്മൾ ഓരോ ഗ്രേഡ് അനുസരിച്ച് നമ്മൾ ഇതിനെ റാങ്ക് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് റിലേറ്റീവ്ലി ഈസി മെത്തേഡ് ഓഫ് പെർഫോമൻസ്. റാങ്കിങ് ഓഫ് ആൻ എംപ്ലോയി ഇസ് ഇൻ എ വർക്ക് ഗ്രൂപ്പ് ഇസ് ഡൺ അഗെയിൻസ്റ്റ് ദാറ്റ് ഓഫ് അനദർ എംപ്ലോയി ബേസ്ഡ് ഓൺ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ജോബ്. അവരുടെ നേരത്തെ നമ്മൾ ജോബാണ് റാങ്ക് ചെയ്തിരുന്നത്, ഇവിടെ നമ്മൾ എംപ്ലോയിയാണ് റാങ്ക് ചെയ്യുന്നത്. അവരുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ അവരെ റാങ്ക് ചെയ്യുന്നു. ഓക്കെ, it may also be done by ranking a person on his job performance against another member of the competitive group. Ranking is done from highest to lowest basis on some overall criteria. Okay. So what are the advantages and disadvantages? It's a simple method and the process is very fast. In disadvantages, in practice it is very difficult to compare individuals with varied character. നമ്മളെ പ്രത്യേക ഒരു സബ്ഡിവൈഡ് ചെയ്യുന്നില്ല, അത് ആൾക്കാരെ ജനറലി ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് സ്പീക്സ് ഓൺലി of the position where the employee stands in this group. It does not tell anything about how much better or much worse an employee is when compared to another employee. ആ ഇൻഡിവിജ്വൽ എംപ്ലോയിയുടെ എങ്ങനെ ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്, ഒരു കമ്പാരിസൺ ഒന്നുമില്ല. When a large number of employees are working, ranking becomes difficult. There is no systematic procedure of ranking individuals in the organization. അടുത്ത പെയർഡ് കമ്പാരിസൺ ആണ്. നമ്മൾ പെയർ കമ്പാരിസൺ നേരത്തെ പഠിച്ചു. ഇവിടെ എന്താ ചെയ്തത്, നമ്മുടെ ഇക്വേഷൻ ഉണ്ട് n×n-1/2. എത്ര വർക്കേഴ്സ് ഉണ്ടോ നമുക്ക് n×n-1/2 ടൈംസ് നമുക്ക് അതിൻ്റെ കമ്പാരിസൺസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഓരോ വർക്കേഴ്സിനെ എടുത്ത് അനദർ വർക്കറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത എന്താണ്, മുമ്പത്തെ ജോബ് ഇവാലുവേഷൻ ഓരോ ജോബിനെയാണ് കമ്പയർ ചെയ്തത്. ജോബ് 1 to ജോബ് 2, ജോബ് 1 to ജോബ് 3 അങ്ങനെ ചെയ്തത്. ഇവിടെ നമ്മൾ ഓരോ വർക്കേഴ്സിനെ വർക്കർ 1 to വർക്കർ 2, വർക്കർ 1 to വർക്കർ 3 അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. So advantages and disadvantages are similar to that of the നേരത്തെ ചെയ്ത അതേ മെത്തേഡുമായിട്ട് സിമിലർ ആണ്. It gives more reliable rating than ranking method. റാങ്കിങ് മെത്തേഡിനേക്കാളും കുറച്ചുകൂടെ റിലയബിൾ ആണ്. Paired comparison method compares only 2 employees at a time rather than all employees to another. ഒരു ഏകദേശം 2 എംപ്ലോയീസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല, അതിൽ കൂടുതൽ എംപ്ലോയീസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല. Disadvantages, it's time consuming with large number of employees. They are compared each other on overall performance rather than on specific criteria. ഒരു ക്രൈറ്റീരിയ ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഒരാളെ വേറൊരാളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബിഗ് കൺസേൺ ഹാവിംഗ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്. അടുത്തത് ചെക്ക് ലിസ്റ്റ് മെത്തേഡാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതുമായിട്ട് മെത്തേഡ് ആയിരിക്കും. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റനെയർ കൊടുക്കാം. സോ ഈ ഒരു ക്വസ്റ്റനെയറിനെ ബേസ് ചെയ്തുകൊണ്ട് യെസ് ഓർ നോ ആൻസർ ചെയ്യുക, ഒരു ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു സാമ്പിൾ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇസ് ദ എംപ്ലോയി റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ടാസ്ക് അസൈൻമെന്റ് ഓർ ടാസ്ക് അസൈൻഡ്, ചെയ്ത് കൊടുത്ത ടാസ്കുമായിട്ട് ആൾ എംപ്ലോയി ഇൻട്രസ്റ്റഡ് ആണോ, യെസ് ഓർ നോ ടിക്ക് ചെയ്യുക. ഇസ് ഹി റെസ്പെക്റ്റഡ് ബൈ ഹിസ് കൊളീഗ്സ്, യെസ് ഓർ നോ. ഡസ് ഹി ഗീവ് റെസ്പെക്ട് ടു സുപ്പീരിയർ, യെസ് ഓർ നോ. സോ ഇതുപോലെ നമുക്ക് ചെക്ക് ലിസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ യെസ് ഓർ നോയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ എംപ്ലോയിയെ റാങ്ക് ചെയ്യാൻ പറ്റും. സോ ദിസ് പ്രോസസ് ഈസ് വെരി സിമ്പിൾ. പക്ഷേങ്കിൽ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, കറക്റ്റ് ചെക്ക് ലിസ്റ്റ് ആയിരിക്കണം. ഇത്രയും എംപ്ലോയീസ് ഉണ്ട്, ഓരോ എംപ്ലോയീസിനെ സെപ്പറേറ്റ് നമ്മൾ ചെക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is difficult for the evaluator to assemble, analyze and weigh a number of statements about the employee characteristics. നമുക്ക് അവരെ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും ഇത് വെച്ച് അനലൈസ് ചെയ്യാനും ശരിക്കും ഡിഫിക്കൽട്ടാണ്. കാര്യം പ്രത്യേകിച്ച് ഫാക്ടേഴ്സ് ഒന്നും പറയുന്നില്ല, ചെക്ക് ലിസ്റ്റ് മെത്തേഡ്സ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. Then what is the difference between job evaluation and merit rating? Job evaluation evaluates the job, merit rating evaluates the performance of a person doing the job. Job evaluation consider requirement of the job, merit rating consider ability and performance of individual. Job evaluation ജോബിനെയാണ്, merit rating individual performance ആണ്. Okay, job evaluation determines suitable wage structure of the employee while merit rating decides the reward of an employee addition to wages. So job evaluation does not recognize individual performance or variation within the job. It merely determines the wages and salary levels for job. Merit rating on the other hand recognizes individual difference or variations within the job. ഇനി അടുത്ത പ്രധാന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് മെറിറ്റ് റേറ്റിംഗ് ഇൻവോൾവ്സ് ഹാലോ എഫക്റ്റ്. ഈ ഹാലോ എഫക്റ്റ്, അതുപോലെ 2 എഫക്റ്റ് ഉണ്ട്, ഹാലോ എഫക്റ്റും ഡബിൾ എഫക്റ്റും ഉണ്ട്. So halo effect is the extension of overall impression of a person to influence the total judgment of the person. അതായത് ആസ് എ ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ, ഞാൻ ഇപ്പം എൻ്റെ കേസ് എടുക്കുക, ഇപ്പം എന്നെ ഒരാൾ ഇവാലുവേറ്റ് ചെയ്യാൻ വരുവാണ്. അപ്പം ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്ന ആൾ ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
അപ്പം ഈ വാല്യൂറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കും ഈ ഇദ്ദേഹത്തെ പറ്റി ഒരു ഓവറോൾ അഭിപ്രായമുണ്ട്. മുൻ വർഷങ്ങളിൽ ഇദ്ദേഹം നല്ലതായിരുന്നു. സോ നമ്മൾ ഈ പറയുന്ന മെറിറ്റ് റേറ്റിംഗ് ചെയ്യുന്ന വരുമ്പം ഈ ഒരു ഹാലോ എഫക്റ്റ് മനസ്സിൽ കിടക്കും. ഇദ്ദേഹം മുൻ വർഷങ്ങൾ നല്ലതായിരിക്കും, സോ ഈ ഒരു വർഷവും ഈ വിൽ ബി ഓക്കെ. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഹാലോ എഫക്റ്റ് പോകുന്നത്. അതുപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഡെവലപ്പ്. പ്രീവിയസ് ഇയറിൽ ഒരാൾ വളരെ മോശമായിരുന്നു, സോ ഈ വർഷവും നമ്മൾ റേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്ത് റേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്, ഈവൻ ദോ ഹി ഹാസ് ഇംപ്രൂവ്ഡ്. ഓക്കെ, so job evaluation is made before the selection procedure is started with a view to select the person matching with the requirements of the job. Merit rating is always made after the employee has been placed on the job. ജോബ് ഇവാലുവേഷൻ നമ്മൾ ജോബിനെ കയറുന്നതിന് മുമ്പും മെറിറ്റ് റേറ്റിംഗ് ജോബ് ചെയ്ത് കഴിഞ്ഞിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വേജസ്. വേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ വർക്കർ. So wages can also be defined as a remuneration paid under contract by an employer to an employee for the work performed by him. So what are the characteristics of a good wage system? It should guarantee an adequate minimum wages. The wage system should be simple and easy to understand. It should not involve excessive clerical work and thereby increase the ultimate cost. Time and motion study should be the basis for correct work standards on which the wages are based. The wage system should be fair for both the employer and employee and should be acceptable to both. It must reward the worker according to the efficiency and merit. The reward should be generous. To meet the changing economic condition, it should have sufficient flexibility. So these are the desirable characteristics of a good wage system. Okay. So ഏതൊക്കെ ടൈപ്പ് വേജ് സിസ്റ്റം ആണെന്ന് നോക്കാം. ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ടൈം റേറ്റ് വേജ് സിസ്റ്റമാണ്. ഇത് ബേസ്ഡ് ഓൺ ടൈം, നമ്മൾ എത്ര സമയം വർക്ക് ചെയ്യുന്നു അതനുസരിച്ചുള്ള വേജ് സിസ്റ്റം. ഡെയിലി വേജസ്, വീക്ക്ലി വേജസ്, മന്ത്ലി വേജസ്, അവർലി വേജസ്, ഇതൊക്കെ ടൈം റേറ്റ് വേജ് സിസ്റ്റമാണ്. So what are the advantages? This method is simple and easy to understand and easy to make wage calculation. It assures minimum fixed income to the workers even though his efficiency is reduced temporarily by sick or accident. The certainty of income helps to maintain the interest of workers in his work. കാര്യം എല്ലാ മാസവും കറക്റ്റായിട്ടൊരു എമൗണ്ട് അവരുടെ കിട്ടും, സോ അതൊരു സെർട്ടനിറ്റിയാണ് വർക്കേഴ്സിൻ്റെ ഉള്ളിൽ. This system also ensures a careful handling of expensive machines and tools. So what are the disadvantages? There is no inductance for workers to increase their efficiency and skill. എല്ലാ മാസവും ഒരു എമൗണ്ട് കിട്ടും, അപ്പം വർക്ക് ചെയ്താലും ആ ഒരു എമൗണ്ട് കിട്ടുമെന്ന് അവർക്കറിയാം. സോ ദാറ്റ്സ് എ മേജർ ഡിസഡ്വാൻറ്റേജസ്. Keen management and strict supervision is essential. So these are the disadvantages of time rate system. So അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് പീസ് റേറ്റ് സിസ്റ്റമാണ്. ദ പീസ് റേറ്റ് സിസ്റ്റം, നമ്മൾ എത്ര പീസ് മാനുഫാക്ചർ ചെയ്യുന്നു, നമ്മൾ എത്ര മാനുഫാക്ചർ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന വേജസിൻ്റെ അളവ്. എ ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ ഓപ്പറേഷൻ കംപ്ലീറ്റഡ് ഈസ് പെയ്ഡ് ടു ദ വർക്കർ. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇത്ര എമൗണ്ട്. അപ്പം ഒരു ദിവസം 10 വർക്ക് ചെയ്ത് 10 ഇൻറ്റു അത്. സോ ദാറ്റ്സ് എ പീസ് റേറ്റ് സിസ്റ്റം. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ദ സിസ്റ്റം പ്രൊവൈഡ്സ് incentive for workers to work hard in order to increase their earning. It helps to increase the productivity and reduces unit cost of production as overhead charges like rent, salaries, depreciation, etc. are distributed over large number of units. അതായത് വർക്കേഴ്സ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടുന്ന ദേ വർക്ക് മോർ എഫിഷ്യൻ്റ്ലി അല്ലേ. The need for strict supervision is reduced. It leads to greater efficiency. And what are the disadvantages? The system is not suitable for in industries in which it is not possible to ascertain the amount of work performed by an individual worker. Individual വർക്കറിൻ്റെ വർക്ക് എത്രയാണെന്ന് അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, ഒരു സോഫ്റ്റ്വെയർ ഫേമിൽ അയാൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ബേസ്ഡ് ഓൺ ദ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. സോ ഇൻഡിവിജ്വൽ വർക്കിനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അവിടെ നമുക്ക് ടൈം റേറ്റ് സിസ്റ്റമേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. It does not guarantee a fixed minimum wages to worker
and creates a sense of anxiety and uncertainty in his mind. മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷൻ കാണാം, ഇന്ന് കുറച്ച് വർക്ക് ചെയ്തുള്ളൂ, അപ്പോൾ അതിൻ്റെ കിട്ടുന്ന എമൗണ്ട് കുറവായിരിക്കും. It does not, a temptation to earn high wages through greater output may lead to excessive speed and strain on the workers, and accidents may increase. അത് മാത്രമല്ല ചിലപ്പം അങ്ങനെ സ്പീഡിൽ ചെയ്യുമ്പോൾ ക്വാളിറ്റിക്കകത്ത് ഡിഫക്റ്റ് വരാം. In order to increase the output, the workers may neglect the quality of output and handle the costly tools, machines, etc. carelessly. So these are advantages and disadvantages of piece rate system. അടുത്തൊരു combination of piece rate system and time rate system. Under this system, minimum weekly wages are fixed for each worker. This shall be paid to him irrespective of the output during the week. ഒരു മിനിമം വേജസ് അവർക്ക് ഫിക്സ്ഡ് ആണ്. പിന്നെ ബേസ്ഡ് ഓൺ എത്ര പീസ് മാനുഫാക്ചർ ചെയ്യുന്നു അതിൻ്റെ എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. The wages for the period of his absence are deducted from the total amount of his wages. A job card for each worker is maintained which clearly shows each piece of job completed by the worker during the week. The piece rate of each job is fixed in advance. If the piece rate wages earned by the worker are excess than the time wages, the balance is paid to the worker. അതായത് വർക്കറിന് വീക്ക്ലി ഇത്ര എമൗണ്ട് എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഒരു വീക്ക് പുള്ളിക്ക് ഫിക്സ് ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2000 rupees-ആണ് അല്ലെങ്കിൽ 3000 rupees-ആണ്. സോ മാത്രമല്ല ഡെയിലി ഒരു പീസ് ഉണ്ടാക്കുന്നതിന് ഇദ്ദേഹത്തിന് ഫിക്സ് ചെയ്തേക്കുന്നത് 10 rupees-ആണ്. സോ സപ്പോസ് ഈ ഒരു വീക്കിൽ പുള്ളി ഒരു പെർ പീസിന് 10 rupees-ആണ്. അപ്പോൾ ഈ ഒരു വീക്കിൽ പുള്ളി 500 pieces ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. സോ 500 into 10 എത്രയാണ്? 5000 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുക. സോ അവിടെ ടൈം റേറ്റ് അനുസരിച്ച് പുള്ളിക്ക് 3000 കിട്ടുന്നത്. ആ എക്സസ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത എക്സസ് എമൗണ്ട് ആ 2000 കൂടെ ഇദ്ദേഹത്തിന് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ റേറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ വേജസ് കഴിഞ്ഞു. ഇനി ഇൻസെൻറ്റീവ്സാണ്. വേജസും ഇൻസെൻറ്റീവ്സും രണ്ടാണ്. വേജസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കൊടുക്കുന്ന ബേസിക് എമൗണ്ട് ആണ്. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിവാർഡ്, അഡീഷണൽ പേയ്മെൻ്റ് ആണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഇൻസെൻറ്റീവ്സ്. നമ്മൾ ഓരോ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ദേ ഗെറ്റ് ആൻ ഇൻസെൻറ്റീവ് ഫോർ ഓർ റിവാർഡ്. സോ നമുക്ക് വേജസ് ബേസിക് ഇൻസെൻറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത് ഇത്രയും പ്ലാൻസ് ഉണ്ട്. ഒന്ന് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം, ദെൻ ടൈലേഴ്സ് differential piece rate system, then Gantt task and bonus system, Hasley's incentive plans, Rowan system, Bordeaux point system. ഇത്രയും സിസ്റ്റംസ് ആണുള്ളത്. സ്ട്രേറ്റ് പീസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് അപ്ലൈഡ് ഫോർ സിമ്പിൾ മാനുവൽ ഓപ്പറേഷൻസ് ലൈക്ക് പ്രൊഡ്യൂസിങ് നമ്പർ ഓഫ് similar articles, loading, unloading by individual efforts. In piece rate system, a piece rate for completion of job is fixed. If the worker produces more than acceptable job in a prescribed time limit, he gets extra money. നമ്മളൊരു പീസ് റേറ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റിൽ കൂടുതൽ ഇവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടും. ദാറ്റ് ഈസ് സിംഗിൾ പീസ് റേറ്റ് സിസ്റ്റം. അടുത്തത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. ഇവിടെ 2 piece rate സിസ്റ്റമാണ്. The workers who produce more than the standard units are paid at higher piece rate, and those who are produce less than the standard output are paid low piece rate. അതായത് ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് എടുക്കുക 100 ആണ് നമുക്ക് ഒരു മന്ത് ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട എമൗണ്ട്. അപ്പം 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുവാണ്, 100 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു സിംഗിൾ പീസിന് 20 rupees വെച്ച് കിട്ടും. 100 താഴെയാണ് ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് 15 രൂപ വെച്ച് കിട്ടും പെർ പീസിന്. സോ ഇവിടെ 2 ലിമിറ്റ് വെച്ചു. ഇത് 2 piece റേറ്റ് സിസ്റ്റം എന്നാണ് ഇതിനെ അനദർ നെയിം. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് യൂണിറ്റിനേക്കാൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മോർ എമൗണ്ടും, കുറച്ചാണെങ്കിൽ കുറഞ്ഞ എമൗണ്ടുമാണ് അവർക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് Gantt task and bonus system. It's a modified Taylor's differential piece rate system. The wages are calculated on hourly basis rather than on piece rate basis. Guaranteed time wages are paid for below standard performance. Bonus is paid to achieve standard output with a powerful incentive. അതായത് ഒരു ബേസിക് ടൈം ബേസ് സിസ്റ്റം ഉണ്ട്. അതായത് മന്ത്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8000 rupees. പക്ഷേ അതിനൊരു ടാർഗറ്റും ഉണ്ട്. ആ ടാർഗറ്റ് കൂടുതൽ അവർ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പേയ്മെൻറ്റും ഒരു ഹയർ ബോണസും അവർക്ക് കിട്ടും. ഹയർ പീസ് റേറ്റ് ഇസ് പെയ്ഡ് അറ്റ് ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് ടൈം ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് വർക്ക് മെഷർമെൻറ്റ് ഈസ് സ്പെസിഫൈഡ് ഫോർ ഈച്ച് ജോബ്. അടുത്ത ഒരു മെത്തേഡാണ് ഹാസ്ലി ഇൻസെൻറ്റീവ് പ്ലാൻ സിസ്റ്റം. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ വർക്കേഴ്സിൻ്റെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വേജസ് ഓഫ് വർക്കർ ഈസ് നോർമൽ ഏർണിംഗ് പെർ
പ്ലസ് ഇൻസെൻറ്റീവ്സ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ടി പ്ലസ് എസ് മൈനസ് ടി ബൈ 3 ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്നത് അവർലി വേജ് റേറ്റ് സിസ്റ്റമാണ്. ഒരു അവറിൽ പുള്ളിക്ക് കൊടുക്കുന്ന വേജസ് ഇൻറ്റു ടൈം ടു കംപ്ലീറ്റ് ദ ജോബ് പ്ലസ് എസ്. എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈമാണ്. നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടു കംപ്ലീറ്റ് ദ ജോബ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു അവർലി വേജ് റേറ്റ്. ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും അവരുടെ ഇൻസെൻറ്റീവ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് റോവാൻ സിസ്റ്റമാണ്. ഹാസ്ലി സിസ്റ്റത്തിന് ഒരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് ഹാസ്ലി സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്, റോവാൻ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. റോവാൻ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ടി പ്ലസ് എസ് മൈനസ് ടി ബൈ എസ് ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇവിടെ ആർ എന്ന് പറയുന്നത് അവരുടെ വേജ് റേറ്റ് ആണ്, എസ് സ്റ്റാൻഡേർഡ് ടൈം ആണ്, ടി ആക്ച്വൽ ടൈം ടു കംപ്ലീറ്റ് ദ ജോബാണ്. സോ അവർക്ക് ഒരു മിനിമം വേജസ് പ്ലസ് ഇൻസെൻറ്റീവ്സ് ഇവിടെ കിട്ടും.